എറണാകുളം കുമ്പളങ്ങിയിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് പോലീസ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തമിഴ്നാട് സ്വദേശി മാഹിനാണ് മരിച്ചത്. മാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി മാഹിനും മറ്റ് രണ്ടുപേരും കടയ്ക്ക് സമീപമിരുന്ന് മദ്യപിച്ചിരുന്നു. ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. നവമി ദിനേശ് ചേർന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഈ മദ്യപാനം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു, അതേ തുടർന്നുള്ള പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അത് മദ്യപിച്ചുള്ള ഒരു വാക്കുതർക്കമാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷെ അതൊരു സംശയമാണ്. അത് പറയാൻ കാരണം ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന രണ്ടുപേരും മദ്യപാനികളാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, അവർ നിരന്തരം ഈ മാർക്കറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. നാട്ടുകാർ പലതവണ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരു 3-4 പേരുണ്ട്. അവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഈ മാർക്കറ്റിനുള്ളിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു, കത്തിയൊക്കെ എടുത്ത് പകൽ പോലും പരാക്രമം നടത്തുന്ന ആൾക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസത്തെ രാത്രിയിലും, അതായത് ഇന്നലെ രാത്രിയിലും ഇവർ ആ മാർക്കറ്റിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. സമീപത്തെ CCTVയിൽ നിന്നാണ് മാഹിൻ കിടന്നുറങ്ങിയ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇവരുണ്ടായിരുന്നതായി കണ്ടെത്തിയത്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒരു മദ്യപിച്ചുള്ള ലഹരി ഉപയോഗിച്ചുള്ള വാക്കുതർക്കമാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് വിശദമായി പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ, പ്രതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്ന് പോലീസ് അറിയിക്കും എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇന്നലെ രാത്രിയാണ് ഈ പച്ചക്കറി കട നടത്തുന്ന പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള മനോജിന്റെ കടയിലാണ് മാഹീൻ സ്ഥിരമായി കിടക്കുന്നത്. കാരണം മാഹീൻ അവിടെ തന്നെ തമിഴ്നാട് സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി കുമ്പളങ്ങിയിൽ താമസിക്കുന്ന ആളാണ്. ഈ ചെരുപ്പും കൊടയും ഒക്കെ നന്നാക്കുന്ന വ്യക്തിയാണ്. ആ മാർക്കറ്റിൽ തന്നെയാണ് അയാൾ ഈ കട നടത്തുന്നത്. കടയായിട്ടല്ല, അരികിൽ തന്നെ ഇരുന്ന് ചെരുപ്പും കൊടയൊക്കെ നന്നാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഈ മാർക്കറ്റ് രാത്രിയാകുമ്പോൾ ഈ പച്ചക്കറി കട നിരീക്ഷിക്കുന്ന ഒരു സെക്യൂരിറ്റീൻ്റെ ജോലി പോലെ മാഹീൻ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കടയിലേക്ക് കിടക്കുവാനായി മനോജ്, ഈ ഓണർ കൂടിയായിട്ടുള്ള മനോജ് ആവശ്യപ്പെടുന്നു. അങ്ങനെ സ്ഥിരം ആ കടകളിലും മറ്റു കടകളിലും ഒക്കെ ആയിട്ടാണ് മാഹീൻ കിടക്കുന്നത്. പതിവ് പോലെ ഇന്നലെ രാത്രി വലിയ ശക്തമായ മഴയുണ്ട്. പുറത്ത് കിടക്കണ്ട, മാർക്കറ്റിന്റെ ഉള്ളിലേക്ക്, കടയുടെ അകത്തേക്ക് കിടന്നോ എന്ന് മനോജ് പറഞ്ഞതിന് ശേഷം മനോജ് വീട്ടിലേക്ക് പോയി, കട അടച്ച് വീട്ടിലേക്ക് പോയി. മാഹീൻ കടയ്ക്കുള്ളിലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മനോജ് കട തുറക്കാൻ നേരത്താണ് മാഹീനെ കുത്തേറ്റ നിലയിൽ രക്തം വാർന്നൊലിച്ച് മൃതദേഹം കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. എന്തായാലും ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി. പിന്നീട് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംശയാസ്പദമായ നിലയിൽ 2 പേരെ കണ്ടെത്തിയത്. 2 മലയാളികളാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. അവർ കുമ്പളങ്ങി സ്വദേശികൾ തന്നെയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. ഈ മദ്യപാനത്തെ തുടർന്നുള്ള വാക്കുതർക്കം, അതാണോ ഈ പ്രകോപനം ആയത്, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ? അതിലേക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് 4-5 ഈ മദ്യം ലഹരിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റിലേ പോയ ഇതുപോലത്തെ 3-4 പേര് ഇവിടെ ഉണ്ട്. ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം മാർക്കറ്റിൽ വെച്ച് വേറൊരാൾ ഇതുപോലെ തന്നെ കത്തിയെടുത്ത് വീശിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇനി ഇതും കുമ്പളെങ്കിൽ ഇതും ഇനി കൂടുതൽ ആവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ അധികാരികൾ, വേണ്ടപ്പെട്ടവർ പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ വേണ്ടപ്പെട്ടവരോട് പരാതി പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കുഴപ്പക്കാരായിട്ടുള്ളവരാണെന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇവിടെ മൊത്തത്തിൽ ചെറുപ്പക്കാർ പിള്ളേരെ ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞങ്ങൾക്ക് പേടിയാണ്. സ്കൂളിന് മുൻപ് ഞാനൊരു വണ്ടിപ്പണിക്കാരനാണ്. പിള്ളേരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പിള്ളേർ കാണിച്ചു കൊടുക്കുന്ന ഇത് കാണുമ്പോഴൊക്കെ ഇവിടെ അതിന് മാത്രം മദ്യപാനത്തിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഈ മയക്കുമരുന്നിന് അടിമയിട്ടുള്ള അയാൾ ഈ കടയിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോലെ രാത്രി കിടക്കുന്നൊരു മനുഷ്യനാണ്. അല്ലാണ്ട് വേറെ അയാളെ കൊണ്ടൊരു ഉപദ്രവം ഇന്നവരെയും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നൊരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ പല ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാലും
അതിന് പ്രധാനപ്പെട്ട കാരണം മദ്യവും ലഹരിയും തന്നെയാണ്. ഈ മാഹിൻ്റെ ജീവനെടുത്തതും മദ്യമാണ്, മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം. നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നുണ്ട്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധർ, മദ്യപാനികൾ ഈ കുമ്പളങ്ങി മാർക്കറ്റും പരിസര പ്രദേശങ്ങളും കൈയടക്കുന്നു, അവിടെ വലിയ ഒരു സാമൂഹ്യ വിപത്തായി അവർ മാറുന്നു എന്ന് പരാതി പറഞ്ഞിട്ടും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു കർശനമായ ഇടപെടൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് നാട്ടുകാർ ഈ വിഷയത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും ഈ പറഞ്ഞ നാട്ടുകാർ ഇപ്പോൾ നമ്മൾ കേട്ട അവരുടെ ബൈറ്റിൽ പറയുന്ന അല്ലെങ്കിൽ അവർ പ്രതികരിച്ച പോലെ 3-4 പേരാണ് അവിടെ ഒരു സംഭവം നടത്തുന്നത് അല്ലെങ്കിൽ അക്രമമൊക്കെ അഴിച്ചുവിടുന്നതെന്ന് പറയുന്നു. അവരിൽ 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ടാണ് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ മാഹീനെ കൊലപ്പെടുത്താൻ കാരണം എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ. പക്ഷെ നാട്ടുകാർ പറയുന്നത് മാഹീൻ അവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അവിടെയാണ്, ആ കടയിൽ തന്നെയാണ് കിടക്കുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ ചെരുപ്പൊക്കെ തുന്നിയാണ് അദ്ദേഹം ഉപജീവന മാർഗം നയിക്കുന്നത്. അദ്ദേഹം ഒരു പ്രശ്നക്കാരാണെന്ന് നാട്ടുകാരും പറയുന്നില്ല. പക്ഷേ ഈ പിടിയിലായ പ്രതികൾ അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെക്കുറിച്ചാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. അവർ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലുണ്ടാക്കുന്നത്. പലതവണ പോലീസിന് പരാതി നൽകിയെങ്കിലും അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ലഹരിക്കടിമയാണെന്ന രീതിയിൽ പറഞ്ഞ് പോലീസ് അത് കൈയൊഴിയുന്ന സാഹചര്യമായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അവർക്ക് വളരെ ഭയപ്പാടോടുകൂടിയാണ് അവർ ആ മാർക്കറ്റിലും പരിസരത്തും ഒക്കെ ജീവിക്കുന്നത്. കാരണം ഇവർ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, വയലന്റ് ആകാം എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, പോലീസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരാതി നേരത്തെ നാട്ടുകാർ തന്നിരുന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണോ, ലഹരിയും അതിക്രമവും ഒക്കെ നടത്തുന്നവരാണോ ഇവർ എന്നതിലൊക്കെ പോലീസാണ് ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് പോലീസ് വേണ്ട വിധത്തിലുള്ളൊരു ഗൗരവം ഈ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് പോലീസിനോട് നേരത്തെ പറഞ്ഞിട്ടും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഈ ഒരു വിഷയത്തെ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊലപാതകം പോലും അവിടെ നടന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതികരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.